കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയിയെ കുരുക്കാൻ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങൾ. 4 മണിക്കൂർ വൈകി വിജയ് പരിപാടി സ്ഥലത്തേക്ക് എത്തിയത് ബോധപൂർവമെന്ന് എഫ്ഐആറിൽ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടി.വിക്ക് ലഭിച്ചു. അതേസമയം സംഭവം ആസൂത്രിതമാണെന്ന ആരോപണവുമായി ടി.വി.കെ രംഗത്തെത്തി. അരമണിക്കൂർ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് ഇതിന് തെളിവാണ്. ആസൂത്രണത്തിന് പിന്നിൽ DMK നേതാവ് സെന്തിൽ ബാലാജിയാണെന്ന് ടി.വി.കെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അരുൺ ആലത്തൂർ ഒപ്പച്ചേരുന്നു. അരുൺ, ഈ DMK പണി കൊടുത്തതാണെന്ന് വിജയ് പക്ഷവും മറുവശത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിൻ്റെ എഫ്ഐആറും വരുന്നു. കൃഷ്ണരാജ്, തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്റ്റാലിൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയെ കൂടി പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു എഫ്ഐആർ ആണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ടി.വി.കെ അധ്യക്ഷനായ വിജയ്ക്കെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. സമയപരിധി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പരിപാടിക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ അത് ലംഘിച്ച് വിജയ് റോഡ് ഷോ നടത്തി. 4 മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടി സ്ഥലത്തേക്ക് എത്തിയത്. ഇത് ബോധപൂർവമാണ്. അതായത് പാർട്ടിയുടെ കരുത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ബോധപൂർവം വിജയ് പരിപാടി സ്ഥലത്തേക്ക് വൈകി വന്നത്. കൂടാതെ അനുമതിയില്ലാതെ പല സ്ഥലങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങി റോഡിലേക്ക് ഇറങ്ങി. DSP ടി.വി.കെയുടെ സംസ്ഥാന നേതാക്കളായ ബുസി ആനന്ദിനും CT നിർമ്മൽ കുമാറിനും ആദവ് അർജുനയ്ക്കും ഉൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഈ മുന്നറിയിപ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് പരിപാടി സ്ഥലത്തേക്ക് എത്തിയെന്നുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ടി.വി.കെ കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഇതിനെ കൃത്യമായിട്ട് തന്നെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ MLA ആയിട്ടുള്ള സെന്തിൽ ബാലാജിയും അതുപോലെ തന്നെ പോലീസും ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ചേർന്നുകൊണ്ടാണ് ഇത്തരം ഒരു ഗൂഢാലോചന നടത്തിയത് എന്നുള്ള ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഈ സെന്തിൽ ബാലാജിയുടെ ചില ഗുണ്ടകളും ഇതിന് ഭാഗവാക്കാണെന്നും ടി.വി.കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് വിജയ്ക്ക് ഈ കരൂരിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിലാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ടി.വി.കെ പറയുന്നത്. ആശുപത്രികളൊക്കെ നേരത്തെ സജ്ജീകരിച്ചു വെച്ചിരുന്നു. തുടർന്നാണ് അപകടമുണ്ടാകുന്നത്. അപകടമുണ്ടായതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ സെന്തിൽ ബാലാജി ആശുപത്രിയിലേക്ക് എത്തി നിയന്ത്രണങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്നു. DMKയുടെ MLA-മാർ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ കരയുന്ന തരത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രത്തിന്റെയും ഭാഗം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ടി.വി.കെ ആരോപിക്കുന്നത്. ഏതായാലും ഇനി കോടതി ഈ വിഷയത്തിൽ എന്ത് പറയും എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാവാനായിട്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.